ആ രീതിയിൽ കാണുന്നു. ഇടതുപക്ഷം അതിനകത്ത് ആവേശം കൊള്ളുന്നു. ഈ വിജയം ഞങ്ങൾ അഹങ്കരിപ്പിക്കില്ല. കാരണം ചേലക്കര മാത്രമല്ല ഉള്ളത്, പാലക്കാട് ഒന്നാം തരമായിട്ട് ഞങ്ങൾ പൊരുതി ഞങ്ങൾ പരാജയപ്പെടുന്നു എന്നാണ് തോന്നുന്നത്. കാരണം പ്രഖ്യാപിച്ചില്ലെങ്കിലും ട്രെൻഡ്സ് ആർ ലൈക്ക് ദാറ്റ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ കൂടുമാറ്റങ്ങൾ കണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. മുൻപ് കാണാത്ത രീതിയിൽ ഒരു കോൺഗ്രസ് നിന്ന് വന്ന ഒരു സ്ഥാനാർത്ഥി ആളെ സ്ഥാനാർത്ഥിയാക്കുന്നു. ഒപ്പം തന്നെ BJP യിൽ നിന്ന് ഒരാൾ കോൺഗ്രസ്സിലേക്ക് പോകുന്നു. ഈ സരിൻ കോൺഗ്രസ്സിൽ നിന്ന് വന്നിട്ടും അത് പാർട്ടിക്ക് ഗുണം ചെയ്തില്ല എന്നുള്ളതാണ്. മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. അതിനെപ്പറ്റിയൊക്കെ ഇപ്പോൾ പറയുന്നത് ചിലപ്പം വളരെ നേരത്തെ ആയിരിക്കും. ഒരു അപഗ്രഥനം കൂടാതെ LDFും ബന്ധപ്പെട്ട ഞങ്ങളെ CPI അടക്കമുള്ള പാർട്ടികളും ഒരു ഏതെങ്കിലും ഫോറത്തിൽ ചർച്ച ചെയ്യാതെയും പറയാൻ പറ്റിയ കാര്യമല്ല അത്. ആ ചർച്ച ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാ അനുഭവങ്ങളെപ്പറ്റി ഞങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഏതൊരു പരാജയവും ഇടതുപക്ഷത്തെ നിർവീര്യമാക്കാൻ പോകുന്നില്ല. ഉറപ്പിച്ച് ഞാൻ പറയുന്നു, പരാജയത്തിൽ ഞങ്ങൾ പതറിപ്പോകില്ല. ഞങ്ങൾ പരാജയത്തെ കാണുന്നത് പരാജയപ്പെട്ടു എന്ന് യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും. അത് പറയുമ്പോൾ പരാജയത്തിൻ്റെ കാരണമെന്താണ് എന്ന് പഠിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. ആ ബാധ്യത LDF നിറവേറ്റും. എന്തുകൊണ്ട് പരാജയമുണ്ടായി, എന്തുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാം സ്ഥാനം പോലും കിട്ടാതെ പോയാൽ, അങ്ങനെ വന്നാൽ എന്തുകൊണ്ട് രണ്ടാം സ്ഥാനം പോലും കിട്ടിയില്ല, ഇതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്, പാഠം പഠിക്കേണ്ടതുണ്ട്. ഞങ്ങളത് പഠിക്കും. പഠിക്കുന്നത് എപ്പോഴും തിരുത്താൻ വേണ്ടിയാണ്. ഞങ്ങൾ പ്രതീക്ഷാപൂർവ്വം ഭാവിയിലേക്ക് പോകും. ജനങ്ങളാണ് ഞങ്ങൾ വഴികാട്ടികൾ. അവർ ഞങ്ങളുടെ വഴികാട്ടികൾ മാത്രമല്ല, ജനങ്ങൾ ഞങ്ങളുടെ യജമാനന്മാരുമാണ്. ആ യജമാനന്മാരെ ഞങ്ങൾ തീർച്ചയായിട്ടും മാനിക്കും. അവരുടെ വിധിയെഴുത്തിനെ ഞങ്ങൾ ആദരപൂർവ്വം കാണും. മുമ്പോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ അവരുടെ വിമർശനങ്ങളെയും ഉപദേശങ്ങളെയും പിന്തുണയെയും ആശ്രയിക്കും. വയനാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യം എന്ന തരത്തിലൊരു സംവിധാനം നിലനിൽക്കുമ്പോൾ തന്നെ ഒരു ദേശീയ നേതാവ് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ ഒരു എതിർ സ്ഥാനാർത്ഥിയെ നിർത്തണമായിരുന്നു. അക്കാര്യം ഇനി ചർച്ചയുണ്ടാകുമോ? ആ ചർച്ചയിൽ കോൺഗ്രസ്സാണ് ഉത്തരം പറയേണ്ടത്. ഇന്ത്യ സഖ്യത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ കോൺഗ്രസ് മറന്നുപോവുകയാണ്. എത്ര വലിയ വിജയമുണ്ടായാലും എത്ര വലിയ ഭൂരിപക്ഷമായാലും ആ പാഠങ്ങൾ മറന്ന കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തെറ്റിൻ്റെ ഉത്തരമാകില്ല അത്. ഇന്ത്യ സഖ്യം രാഷ്ട്രീയമായിട്ട് പൂർണ്ണമായും ശരിയാണ്. ആ ശരി ഏറ്റവും ആദ്യം ബോധ്യപ്പെട്ട പാർട്ടിയാണ് CPI. അത് കോൺഗ്രസിനും കോൺഗ്രസ് അടക്കം മറ്റ് പല പാർട്ടികൾക്കും ബോധ്യപ്പെട്ടപ്പോഴാണ് ഇന്ത്യ സഖ്യമുണ്ടായത്. ആ അടിത്തറയെപ്പറ്റി അഭിമാനമുണ്ട് CPIക്ക്. പക്ഷേ ഇന്ത്യ സഖ്യത്തിൻ്റെ മുഖ്യ എതിരാളി ആരാണ്? ഞങ്ങൾക്കറിയാം, അത് BJPയും RSSുമാണ്. രണ്ടും രണ്ടല്ല, ഒന്നാണ്. ഇന്ത്യയുടെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ കുന്തമണിയായിട്ടുള്ള RSSാണ് വാസ്തവത്തിൽ BJP. ആ BJPക്ക് ഈ RSSൻ്റെ കൽപ്പനയ്ക്കപ്പുറം ഒന്നുമില്ല. അവർ ആണോ മുഖ്യശത്രു രാഷ്ട്രീയമായി, അതോ ഇടതുപക്ഷമാണോ മുഖ്യശത്രുവെന്ന് അറിയാത്തതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. അതറിയാൻ കോൺഗ്രസ് ശ്രമിച്ചേ തീരൂ. അത് വയനാട്ട് മാത്രമല്ല, ഹരിയാന വീണ്ടും ഭരിക്കുകയാണ് BJP മൂന്നാം വട്ടം BJPയെ ഹരിയാന ഭരിക്കാൻ ഏൽപ്പിച്ചത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തെറ്റുകളാണ്. ഇന്ത്യ സഖ്യ രാഷ്ട്രീയം കോൺഗ്രസ് പാർട്ടി മറന്നുപോയതുകൊണ്ട് മാത്രമാണ് ഹരിയാനയിൽ വീണ്ടും കോൺഗ്രസിൻ്റെ തോൽവിയെ മുതലാക്കിക്കൊണ്ട് BJP ഭരിക്കുന്നത്. ഇത് പലയിടത്തും ബാധകമാണ്. വയനാട് അതിൻ്റെ ഭാഗം തന്നെയാണ്. ഇന്ത്യ സഖ്യത്തിൻ്റെ മുഖ്യ കക്ഷിയായ കോൺഗ്രസ് അതിൻ്റെ ദേശീയ നേതാക്കന്മാരെ മത്സരിക്കാൻ പറഞ്ഞയക്കുമ്പോൾ, അത് മുമ്പ് രാഹുൽ ഗാന്ധിയായിരുന്നു, ഇപ്പോൾ പ്രിയങ്കയായി, ആരുമാകട്ടെ, അത്തരം ദേശീയ നേതാക്കന്മാരെ പറഞ്ഞയക്കുമ്പോൾ മത്സരത്തിൻ്റെ വേദി ഏതായിരിക്കണം? BJP ഒരു രാഷ്ട്രീയ എതിരാളിയായിട്ടുള്ള വടക്കേ ഇന്ത്യ ആകണമോ, അതോ BJP ഒന്നുമല്ലാത്ത തെക്കേ ഇന്ത്യയിലെ ഏതെങ്കിലും പ്രദേശമാകണമോ എന്ന് ചിന്തിക്കേണ്ടത് കോൺഗ്രസ്സാണ്, ഞങ്ങളല്ല. ആ ചിന്ത കോൺഗ്രസ്സിന് അറിയില്ല. ഞങ്ങൾ രാഷ്ട്രീയം പറയുകയാണ്. ഈ രാഷ്ട്രീയത്തിന് ഉത്തരം പറയാനുള്ള മടി കൊണ്ട് കോൺഗ്രസ് പറയുന്നു, ഞങ്ങൾ മത്സരിക്കുമ്പോഴത്തേക്ക് മത്സരിക്കണമല്ലോ. കേരള രാഷ്ട്രീയത്തിൽ UDF LDF മത്സരം ഒഴിവാക്കാൻ പറ്റില്ല. ആ മത്സരം ഒഴിവാക്കിയാൽ അതിന് നേട്ടമാർക്കായിരിക്കുമെന്ന്
ചിന്തിക്കുന്നുള്ളവർക്കും അറിയാം. കോൺഗ്രസ്സിന് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് മനസ്സിലാക്കേണ്ട ഒന്നാണത്. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ മത്സരം അനിവാര്യമാണ്. ഇതറിയാത്ത കോൺഗ്രസ്സാണ് പറയുന്നത് ഞങ്ങൾ മത്സരിക്കുമ്പോഴത്തേക്കും വേറെ ആരും ആ വഴിക്ക് വരാനേ പാടില്ല എന്ന് പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ അപക്വതയാണ്, ആഴമില്ലായ്മയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും LDFനും രാഷ്ട്രീയം ആഴമുള്ള ഒന്നാണ്, ഗൗരവമേറിയ ഒന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ വയനാട്ടിൽ അർത്ഥഗർഭമായിട്ടുള്ളൊരു രാഷ്ട്രീയ പോരാട്ടം സംഘടിപ്പിച്ചു. ഒന്നാം തരം രാഷ്ട്രീയ പോരാട്ടം. ഞങ്ങൾ രാഷ്ട്രീയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, രാഷ്ട്രീയമല്ലാതെ വേറൊന്നും പറഞ്ഞിട്ടില്ല. ആ രാഷ്ട്രീയം ആകാവുന്ന എല്ലാ ശേഷിയും സമാഹരിച്ചുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ പറഞ്ഞു, ജനങ്ങളെ കണ്ടു പറഞ്ഞു. ഒന്നാം തരമായിട്ട് പോരാടി. ഞങ്ങളുടെ സ്ഥാനാർത്ഥി സത്യൻ മൊകേരി ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പോലെ, കർഷക നേതാവിനെ പോലെ ധീരമായി തന്നെ ആ പോരാട്ട രംഗം തുറച്ചു നിന്നു. ഫലം എന്തുവാകട്ടെ, ഞങ്ങൾ ആ ഫലത്തെ വിനയപൂർവ്വം ഉൾക്കൊള്ളും. ചേലക്കരയെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഇത്തവണ ആദ്യമായി അൻവറിൻ്റെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തോടു കൂടി അൻവർ ഉയർത്തിയ വിവാദങ്ങൾ അല്ലെങ്കിൽ അതെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് കരുതാമോ? അൻവറിനെ പറ്റി ഏറെ പറയാൻ CPIക്ക് താല്പര്യമില്ല. എല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ വാചകം പറയാം, ഒരു സോപ്പ് കുമള പൊട്ടിപ്പോയി. അതേസമയം ഈ ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ രാഷ്ട്രീയ മാറ്റങ്ങൾ, വിവാദങ്ങൾ, ഒരു കക്ഷിയിൽ നിന്ന് മറ്റൊരു കക്ഷിയിലേക്ക് കൂടുമാറ്റങ്ങളെല്ലാം കണ്ടതാണ്. ഇത് എത്രത്തോളം, എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥിതിയിൽ കഴിഞ്ഞ കുറേ കാലത്തെ അനുഭവങ്ങളെയും പാഠങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് ഈ രാഷ്ട്രീയമാനം ഉണ്ടാകുന്ന രാഷ്ട്രീയ ചേരുമാറ്റത്തെപ്പറ്റി എല്ലാ പാർട്ടികളും ഗൗരവമായി ചിന്തിക്കണം. അങ്ങനെയുള്ള മാറ്റങ്ങളുടെ ആശയ അടിത്തറ എന്താണ്? ആശയപരമായി, ചിന്താപരമായി, രാഷ്ട്രീയമായി ഉണ്ടാകുന്ന മാറ്റമാണോ അത്തരം മാറ്റങ്ങൾ? ആണെങ്കിൽ അത്തരം മാറ്റങ്ങൾക്ക് ഇതുപോലെ ഒരു ലെസ് ദാൻ എ വീക്ക്, ഒരാഴ്ചക്ക് താഴെ സമയം കൊണ്ട് ആർക്കെങ്കിലും അത്തരം രാഷ്ട്രീയ മാറ്റങ്ങൾ സാധ്യമാകുമോ? ഇതൊക്കെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പ്രത്യേക സ്ഥാനമുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് അതേപ്പറ്റി ചോദിക്കാനും ഉത്തരം തേടാനുമുള്ള രാഷ്ട്രീയ പക്വതയുണ്ട്. അതിനെപ്പറ്റിയെല്ലാം എല്ലാ പാർട്ടികളും ചിന്തിക്കണം. ഞങ്ങൾ LDF ചിന്തിക്കണം, എല്ലാവരും ചിന്തിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിനെപ്പറ്റി ബോധ്യമുണ്ട്. സരിൻ ഉൾപ്പെടെ അത് ബാധകം. ഞാൻ സരിനെ പറ്റിയോ Xനെ പറ്റിയോ Yയെ പറ്റിയോ അല്ല പറയുന്നത്. ഈ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്നൊരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയത്തിൽ മാറ്റം ഉണ്ടാകാം. ആ മാറ്റത്തിൻ്റെ പിറകിൽ ഐഡിയോളജി പ്രധാനമാണ്. വെരി ഇമ്പോർട്ടൻ്റ് ഈസ് പോളിറ്റിക്സ്. രാഷ്ട്രീയം പ്രധാനമാണ്. പ്രത്യയശാസ്ത്രത്തെയും രാഷ്ട്രീയത്തെയും എല്ലാം അടിസ്ഥാനമാക്കി ഏത് മാറ്റവും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ മാറ്റം ഉണ്ടായിട്ടുണ്ട്, നാളെയും ഉണ്ടാകാം. അങ്ങനെയുള്ള എല്ലാം മാറ്റിവെച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രീയേതരമായ, പ്രത്യയശാസ്ത്രേതരമായ പരിഗണന കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാൻ കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് പ്രയാസമാണ്. അതിൻ്റെ അനുഭവങ്ങൾ മിക്കവാറും എല്ലാ പാർട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറേ കാലങ്ങൾക്കിടയിൽ. അതിനെപ്പറ്റി ഗൗരവമായിട്ട് കാണണം. അത് സരിൻ വ്യക്തിപരമായിട്ട് നല്ല ആളാണ്, മിടുക്കനാണ്, പ്രഗത്ഭനാണ്, നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. ഒരു സംശയം ആർക്കുമില്ല. അതുകൊണ്ട് ഇത് പറയുമ്പോഴത്തേക്ക് ഒരു പൊതുവായ സത്യം ഞാൻ പറയുകയാണ്. അത് ഉടനെ സരിനെപ്പറ്റി എന്ന് പറഞ്ഞ് ഒരു വാർത്ത കൊടുക്കാൻ നിൽക്കരുത്.